MLAയും നാട്ടുകാരും വീഴ്ച ചൂണ്ടിക്കാട്ടിയതുകൊണ്ടാണ് മലപ്പുറം കാളികാവിലെ കടുവാ ദൌത്യത്തിനിടെ നിലമ്പൂർ DFOയെ മാറ്റിയത് എന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. കടുവാ ദൌത്യത്തെ സ്ഥലം മാറ്റം ബാധിക്കില്ല. നടപടിയെടുത്താലും എടുത്തില്ലെങ്കിലും കുഴപ്പം പറയുന്നത് ഇരട്ടത്താപ്പാണെന്നും മന്ത്രി 24നോട് പറഞ്ഞു. നമ്മൾ ഒരു നടപടി എടുത്താലും തെറ്റ്, എടുത്തിട്ടില്ലെങ്കിലും തെറ്റ് എന്നുള്ള ഇരട്ടത്താപ്പിൻ്റെ ഒരു രൂപമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. DFOമാരെ മാറ്റേണ്ട സമയത്ത് മാറ്റും, ചില ഘട്ടങ്ങളിൽ മാറ്റേണ്ടി വരും, പിന്നെ ഡ്യൂട്ടിയുടെ ഭാഗമായി മാറ്റേണ്ടി വരും. അവർക്ക് തലസ്ഥാനത്ത് ഹെഡ് ക്വാർട്ടറിൽ അവർക്ക് ഡ്യൂട്ടി കൊടുക്കേണ്ടതുകൊണ്ട് അവരെ മാറ്റി, അത്രയേ ഉള്ളൂ. ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് അവിടെ ഓപ്പറേഷൻ നടക്കുന്നത്. അതിന് ഈ ട്രാൻസ്ഫർ യാതൊരു തരത്തിലും ബാധകമാവില്ല. കടുവയെ കണ്ടെത്തുകയും പിടികൂടുകയും ചെയ്യുക എന്ന കാര്യത്തിൽ ഒരു കോട്ടവും പറ്റാതെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, DFOയെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ട് മന്ത്രി പറയുന്നത് ഇപ്പോൾ ഈ ദൌത്യത്തെ അത് വലിയ കാര്യത്തിൽ ബാധിക്കില്ല എന്നാണ്. പക്ഷേ നേതൃത്വം നൽകുന്ന അരുൺ സക്കറിയ പറയുന്നത് അങ്ങനെയല്ലല്ലോ, ഈ ദൌത്യത്തെ അത് ബാധിക്കുമെന്നാണല്ലോ. അതിനിടെ കടുവ ക്യാമറയിൽ പതിയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ വനം മന്ത്രി പറയുന്നത് എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ കടുവയെ കണ്ടെത്താനുള്ള ദൌത്യം എങ്ങനെ പുരോഗമിക്കുന്നു? പ്രവിത, നിലമ്പൂർ സൗത്ത് DFO ആയിട്ടുള്ള ധനിക് ലാലിനെ സ്ഥലം മാറ്റിയത് ഈ കാളികാവിലെ കടുവ ദൗത്യത്തെ ബാധിക്കും എന്നതാണ് ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അതിൽ ഈ ദൗത്യത്തിൽ ഒരു നേതൃത്വം നൽകിയത്, അതിൻ്റെ ഓപ്പറേഷന് നേതൃത്വം നൽകിയത് നിലമ്പൂർ സൗത്ത് DFOയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഓപ്പറേഷനിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി സ്ഥലം മാറ്റം ഉണ്ടാകുമ്പോൾ അത് ആ ദൗത്യത്തെ തന്നെ ബാധിക്കും, അതൊരു ഗുണം ചെയ്യില്ല എന്നായിരുന്നു ഉയർന്ന വിമർശനം. ഡോക്ടർ അരുൺ സക്കറി ഉൾപ്പെടെയുള്ളവർ അത് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ മന്ത്രി പറയുന്നത് അതിൽ നേരത്തെ തന്നെ ഈ MLAയും നാട്ടുകാരും ഉൾപ്പെടെ അതിൽ ഈ DFOയുടെ വീഴ്ച ചൂണ്ടിക്കാണിച്ചിരുന്നു, വിമർശനങ്ങൾ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി അത്തരമൊരു നടപടിയെടുത്തു. ഇന്നലെ രാത്രി വരെ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ട്, DFOയിൽ ഉൾപ്പെടെ വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞവർ ഇന്ന് വനം വകുപ്പ് അത്തരത്തിലൊരു നടപടി എടുത്തപ്പോൾ ആ നടപടി ശരിയല്ല, ഇപ്പോൾ ഈ ദൗത്യത്തെ ആകെ അത് ബാധിക്കും എന്ന രീതിയിൽ പറയുന്നത് ഇരട്ടത്താപ്പാണ് എന്നതാണ് മന്ത്രി ഈ കാര്യത്തിൽ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ DFOയെ മാറ്റിയതുകൊണ്ട് ഈ ദൗത്യത്തിൽ എന്തെങ്കിലും ബാധിക്കില്ല. കൃത്യമായി ഈ കടുവയെ കണ്ടെത്തി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും വനം വകുപ്പ് അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് മറ്റ് ചുമതലകൾ ഇപ്പോൾ തന്നെ കൃത്യമായി നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി ആ ദൗത്യം തുടരും എന്നതാണ് മന്ത്രി ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത്.